മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് ആൽഗോരിതത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഡ്രോ എ സർക്കിൾ വിത്ത് സെൻറ്റർ പോയിൻറ്റ് 2 2 ആൻഡ് റേഡിയസ് ആസ് 10. സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 2,2 ആണ്. ദെൻ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. സോ ഫസ്റ്റ് വി ടേക്ക് x0 y0 ആസ് 0,10. അതാണ് 0R എന്ന് പറയുന്ന ഫസ്റ്റ് പോയിൻറ്റ്. 0യും 10ഉം ആണ് സർക്കിളിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്. Then we need to find out initial decision parameter P0. So P0 എന്ന് പറയുന്നത് 1 minus R ആണ്. Here P0 equal to 1 minus 10. Then P0 we get minus 9. Then we check the value of P0. So P0 എന്ന് പറയുന്നത് less than 0 ആണ്. So initial decision parameter PK എന്ന് പറയുന്നത് less than 0 ആണ്. PKയുടെ വാല്യൂ less than 0 ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എക്സ് കെ പ്ലസ് 1 എന്ന് കണ്ടുപിടിക്കുന്നത് എക്സ് കെ പ്ലസ് 1. സോ 0 പ്ലസ് 1 എക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ വൈയുടെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വൈ കെ ആണ്. സോ ഇറ്റ് ഈസ് 10. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ പി കെ പ്ലസ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ പി കെ പ്ലസ് 1 എന്ന് പറയുന്നത് പി കെ പ്ലസ് 2xk plus 1 plus 1, which means minus 9 plus 2 into 1 plus 1. Then pk plus 1 equal to minus 6. So ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആകുന്നിടം വരെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് 0 10 എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഡിസിഷൻ പാരാമീറ്റർ പി കെ കണ്ടുപിടിക്കും. പി കെ എന്ന് പറയുന്നത് -9 ആണ്. സോ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 എന്ന് പറയുന്ന നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 10 ആയിരിക്കും. ദെൻ ഈ 1 10 ബേസ് ചെയ്തിട്ട് പി കെ പ്ലസ് 1 കണ്ടുപിടിക്കും. സോ പി കെ പ്ലസ് 1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -6 എന്ന് കിട്ടും. അതാണ് നമ്മുടെ അടുത്ത പി കെ. സോ -6. സോ പി കെയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം. വൈയുടെ വാല്യൂ സെയിം തന്നെയാണ്. സോ 2 10 എന്ന് കിട്ടും. ഈ 2 10 ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പി കെ പ്ലസ് 1 കണ്ടുപിടിക്കുന്നത്. അത് -1 എന്ന് കിട്ടും. ദെൻ പി കെയുടെ വാല്യൂ -1. ദെൻ നെക്സ്റ്റ് എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും 3. വൈയുടെ വാല്യൂ സെയിം തന്നെയാണ് 10. ദെൻ പി കെ പ്ലസ് 1 കണ്ടുപിടിക്കുമ്പോൾ പി കെ പ്ലസ് 1 നമുക്ക് 6 എന്ന് കിട്ടും. ദെൻ പി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ പി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും എക്സ് കെ പ്ലസ് 1ഉം വൈയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും വൈ കെ -1. സോ നമുക്ക് പോയിൻ്റ് കിട്ടുന്നത് 4 9 എന്ന പോയിൻ്റ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പി കെ പ്ലസ് 1 കണ്ടുപിടിക്കും. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ എക്സ് കെ പ്ലസ് 1ൻ്റെ വാല്യൂയും വൈ കെ പ്ലസ് 1ൻ്റെ വാല്യൂയും 7 7 എന്നെത്തും. വിച്ച് മീൻസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന സ്റ്റേജിലെത്തും. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഇത്രയും പോയിൻറ്റ്സ് ആണ് ആ സർക്കിളിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിൽ വരുന്ന പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ബാക്കി സർക്കിളിൻ്റെ എല്ലാ ഒക്ടൻറ്റിലുള്ള പോയിൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മളിനി ഒരു ടേബിളാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സർക്കിളിൻ്റെ 4 ക്വാഡ്രൻ്റ് വരുന്ന ടേബിൾ. ക്വാഡ്രൻ്റ് 1, ക്വാഡ്രൻ്റ് 2, ക്വാഡ്രൻ്റ് 3, ക്വാഡ്രൻ്റ് 4. അപ്പോൾ സർക്കിളിൽ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് XY ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്ന -XY ആയിരിക്കും. തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്ന -X -Y ആയിരിക്കും. ആൻഡ് ദ ഫോർത്ത് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് X -Y ആയിരിക്കും. മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ഉപയോഗിച്ച് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ഒക്ടൻറ്റിലെ പോയിൻറ്റ്സ് ആണ്. അതായത് 0 10 1 10 2 10 അപ് ടു 7 7 വരെയുള്ളതാണ് ഒക്ടൻറ്റ് 1ലെ പോയിൻറ്റ്സ്. ഇനി ഒക്ടൻറ്റ് 2ലെ പോയിൻറ്റ്സ് എഴുതണമെങ്കിൽ ഈ പോയിൻറ്റ്സിനെ എല്ലാം ഇൻവേഴ്സ് തിരിച്ച് ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് 6 8 എന്നതിന് പകരം 8 6, 5 9 എന്നതിന് പകരം 9 5, 4 9 എന്നതിന് പകരം 9 4, അങ്ങനെ 0 10ന് പകരം 10 0. അതാണ് ഒക്ടൻറ്റ് 2ലെ പോയിൻറ്റ്സ്. ഇത് ഒക്ടൻറ്റ് 1ഉം ഒക്ടൻറ്റ് 2ഉം കൂടെ ചേരുന്നതാണ്
ക്വാഡ്രൻറ്റ് 1ലെ പോയിൻറ്റ്സ്. സെയിം ക്വാഡ്രൻറ്റ് 2. ക്വാഡ്രൻറ്റ് 2 എന്ന് പറയുന്നത് ക്വാഡ്രൻറ്റ് 1ൻ്റെ പോയിൻറ്റ്സിൻ്റെ കൂടെ എക്സിന് പകരം -6ഉം വൈയും എഴുതിയാൽ മതി. അപ്പം 0, 10 എന്ന് പറയുന്നത് ഇവിടെ 0, 10ഉം 1, 10 എന്ന് പറയുന്ന -1, 10, 2, 10 എന്ന് പറയുന്ന -2, 10, 3, 10 ഈസ് -3, 10. ലൈക്ക് ഒക്ടൻറ്റ് 3ഉം 4ഉം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്വാഡ്രൻറ്റ് 3. ക്വാഡ്രൻറ്റ് 3ൽ വരുന്നത് -6 -y ആണ്. സോ എക്സിനും വൈക്കും മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കുക. സോ 0, 10 എന്ന് പറയുന്നത് 0 -10, 1, 10 എന്ന് പറയുന്നത് -1 -10. അങ്ങനെ ഒക്ടൻറ്റ് 4ഉം 6ഉം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്വാഡ്രൻറ്റ് 4. സോ ക്വാഡ്രൻറ്റ് 4 എന്ന് പറയുന്നത് എക്സ് -y. എക്സ് അതുപോലെ തന്നെ വൈയുടെ വാല്യൂവിൻ്റെ കൂടെ മൈനസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ 1, 10 എന്ന് പറയുന്ന വാല്യൂ ബിക്കം 1 -10. അങ്ങനെ 4th ക്വാഡ്രൻറ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ നമുക്ക് സെൻറ്റർ പോയിൻ്റ് തന്നിട്ടുണ്ട് 2,2. ഇപ്പം നമുക്ക് കിട്ടിയ 4 ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് ഒറിജിൻ ബേസ് ചെയ്തിട്ട് ആ സർക്കിളിനെയാണ് വരച്ചേക്കുന്നത്. ഇനി സെൻറ്റർ 2 ബേസ് ചെയ്തിട്ട് വേണം ഇനി ആ സർക്കിളിൻ്റെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂവിൻ്റെ കൂടെ എക്സ് സി ആഡ് ചെയ്ത് കൊടുക്കും, വൈൻ്റെ വാല്യൂവിൻ്റെ കൂടെ വൈ സി ആഡ് ചെയ്ത് കൊടുക്കും. അതായത് 2ഉം നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്വാഡ്രൻറ്റ് പോയിൻറ്റ്സിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് സെൻറ്റർ 2ലുള്ള സർക്കിളിലെ പോയിൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ക്വാഡ്രൻറ്റ് 1ൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0, 10 ആയിരുന്നു. ഇറ്റ് ബിക്കം 2, 12. ദെൻ 1, 10 ബിക്കം 3, 12. 2, 10 ബിക്കം 4, 12. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ 2, എക്സിൻ്റെ കൂടെ 2ഉം വൈൻ്റെ കൂടെ 2ഉം ആഡ് ചെയ്ത് 4 ക്വാഡ്രൻറ്റിൻ്റെ പോയിൻറ്റ്സും എഴുതുക. അപ്പോൾ ഇപ്പം ഇങ്ങനെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മാത്രമേ സെൻറ്റർ ബേസ് ചെയ്തിട്ട് ആ സർക്കിളിലെ 4 ക്വാഡ്രൻറ്റ് പോയിൻറ്റ്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ട് പറ്റും.